അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ, ഇവിടുന്നൊരു പീസ് ഇളക്കി നോക്കട്ടെ. ഹലോ, സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു എയർ ഫ്രയർ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ എയർ ഫ്രയറുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി എയർ ഫ്രയർ കൊണ്ട് 2 ഐറ്റംസ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിരുന്നു, വളരെ നല്ല അക്സെപ്റ്റൻസ് ആയിട്ടിരിക്കുന്ന 2 വീഡിയോസിനും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രെൻഡായിട്ട് കുറേ പേര് എയർ ഫ്രയർ വാങ്ങുന്നുണ്ട്. അപ്പോൾ റെസിപ്പീസിന് വേണ്ടി കുറേ പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ചെയ്തിരുന്നത് ഒരു ഹണി ചില്ലി അൽഫാമും പിന്നെ പഴംപൊരി ഉണ്ടാക്കിയിരുന്നു എയർ ഫ്രയറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫുൾ ചിക്കൻ, ഒരു ഫുൾ കോഴി നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന അതേ ടേസ്റ്റിൽ എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. ഇത് ചിക്കൻ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കോഴി കുറച്ച് വലുതായി പോയിട്ടോ. നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് സൈസ് കുറഞ്ഞ കോഴിയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതും കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയും ഐറ്റംസ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇടുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണേ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് വരഞ്ഞു വെക്കണം കത്തി കൊണ്ട്. അത് ചെയ്യാൻ പാ. അത്യാവശ്യം അടുപ്പിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ, മസാല ഉള്ളിലേക്ക് കിടക്കാൻ. നമുക്കിതിൻ്റെ കാലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ പോലെ. അപ്പോൾ അവനങ്ങനെ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ, നമുക്കിതിന് ആവശ്യമായ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറ് കൊണ്ട് വെച്ചിട്ട്, ചെറിയ ജാറാണ്. ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേ ചില്ലി പൗഡർ, ഇത് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത്, നല്ല കളർ കിട്ടും കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്, പുളി കുറവാട്ടോ അതിന്. ഇനി ബാക്കി പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചിട്ട് കൊടുക്കണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 1.5 ടീസ്പൂൺ ഉപ്പാണേ. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആകെ നമ്മൾ ഇത്ര വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ മിക്സി ജാറൊന്ന് അടച്ചെടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ കോഴിയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ മസാലയെ നന്നായിട്ട് ഈ കോഴിയിൽ നിന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. നിങ്ങൾ കൈ പ്രശ്നമാണെങ്കിൽ ഗ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണിക്കുന്നതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ഗ്ലൗസ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല എന്തായാലും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കരുത്. വല്ലപ്പോഴും ഒരിക്കൽ മാസത്തിൽ 1-2 പ്രാവശ്യം പുറത്തു പോയി കഴിച്ചിരുന്ന സാധനങ്ങൾ ഞങ്ങളിപ്പോൾ കുറച്ചും കൂടെ സേഫായിട്ട് ഈ എയർ ഫ്രയറിൽ വീട്ടിൽ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പിടിപ്പിക്കേണ്ടത് ഈ വശത്താണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൽ കുറച്ച് മസാല എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴിയെ മസാല കൊണ്ട് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ശരിക്കും ഇത് കുറേ സമയം വച്ചാലേ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. അതിൽ കൂടുതൽ എത്ര വെച്ചാലും കുഴപ്പമില്ല. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴിയുടെ 2 മണിക്കൂറോളം നമ്മുടെ മസാലയിലിരുന്ന് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കണ്ടല്ലോ. ആ സമയം കൊണ്ട് ഞാൻ പോയിട്ടേ ഒരു 3 കളറിൽ ക്യാപ്സിക്കം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് മസ്റ്റൊന്നുമല്ല, ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സാധനം ഉണ്ടാക്കാറുണ്ട്. നോക്കൂ, ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. ഇതും സവാളയും കൂടി ചേർത്തിട്ട് എന്ന് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇതിൻ്റെ പരിപാടി ആരംഭിക്കാം. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മുടെ ഓവനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഈ ഓവൻ്റെ മൊത്തം ഓപ്പറേഷൻസ് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ബോറടിക്കണമെന്ന് അറിയില്ല. ആരെങ്കിലും പുതുതായിട്ട് വീഡിയോ ആണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് അയച്ചിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഓവനെ പ്രീ ഹീറ്റ് ചെയ്യുക. ഞാൻ ഓൺ ചെയ്തിട്ട് ടെമ്പറേച്ചർ കൊടുക്കുക. ടെമ്പറേച്ചർ 180 കിടക്കുന്നു. അത് ഞാൻ 190 മാറ്റി. ഇനി നമ്മൾ ടൈമർ കൊടുക്കുക. ടൈമർ ഒരു 5 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. 20 കിടക്കുന്നത്. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പ്ലേ കൊടുക്കുക. അപ്പോൾ ഇനി ഇത് കണ്ടല്ലോ, ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഹീറ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ ഒരു 5 മിനിറ്റ് ഹീറ്റായിട്ട് ഓഫായി കിടക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇതിനോട് വെച്ചെടുക്കാൻ പോവുക. ഇനി കോഴി ഇതിനകത്ത് വെച്ചോടുന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞ കോഴി അത്യാവശ്യം വലുപ്പമുള്ള കോഴി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വാങ്ങുമ്പോൾ ചെറിയ കോഴി മേടിക്കും കേട്ടോ. അല്ലെ അത്രയും വലിയ എയർ ഫ്രയർ വേണ്ടി വരും.
കുഴപ്പമില്ല തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ കോഴിയുടെ ഉൾവശമൊക്കെ എങ്ങനെ വെന്ത് കിട്ടുമെന്ന് സംശയമൊന്നും വേണ്ട. ഇതിൽ ശരിക്കും എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം ഈ വേളിംഗ് എയർ ആണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറി ഹോട്ട് എയർ ആണ്, നന്നായിട്ട് വെന്തോളും. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നേരത്തെ പോലെ ടെമ്പറേച്ചർ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കാം. ടെമ്പറേച്ചർ 180 കിടക്കുന്നത്, അത് നമുക്കൊരു 190 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ടൈമർ സെറ്റ് ചെയ്യണം. ടൈമറും 20 കിടക്കുന്നു. 20 പോരാ കേട്ടോ, ഇതൊരു 30 മിനിറ്റ്സ് എങ്കിലും കുക്കാവണം. അപ്പോൾ ഒരു 30 മാറ്റി കൊടുക്കാം ഞാൻ കേട്ടോ. ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ, നിങ്ങളുടെ കിട്ടുന്ന കോഴിയുടെ വലുപ്പം അനുസരിച്ച്. ഇപ്പോൾ കോഴി അത്യാവശ്യം വലുതായിട്ടാണ് ഞാനൊരു 30 മിനിറ്റ്സ് ഇട്ടത്. അപ്പോൾ എന്തായാലും നോക്കണം ഇടയ്ക്ക്. അപ്പോൾ ഇതൊന്ന് പ്ലേ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ റാപ്പിഡ് എയർ ടെക്നോളജി ഉണ്ട്. അപ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എയർ ഫ്രയർ ഗ്രിൽഡ് ചിക്കൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കാണ്. ഒരു 3-4 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. ആ സമയം ഞാൻ നേരത്തെ കുറച്ച് ക്യാപ്സിക്കം വാങ്ങി വെച്ചാൽ കണ്ടല്ലോ. ക്യാപ്സിക്കം ഞാനൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു സവാളയും കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഒരു ഇംഗ്ലീഷ് ചാനലിൽ ഞാൻ കണ്ടതാണ്. ഇതിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ എടുത്ത മസാലയില്ലേ, ആ ചിക്കൻ പുരട്ടെടുത്ത മസാല കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ ചാനലിൽ ഇങ്ങനെയല്ല കണ്ടത്. ഇതിലേക്കൊരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ച് കൊടുക്കണ്ടേ. ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. അപ്പോൾ ഇത് ഈ മസാല ഇല്ലാതെയും ചെയ്യാം കേട്ടോ. ഞാനൊരു ചാനലിൽ കണ്ടത് അങ്ങനെയാണ്. ശരിക്കും കുറച്ച് കുരുമുളകും ഉപ്പും ഇത്തിരി നാരങ്ങയും തിരുമൊക്കെ ചേർത്തിട്ട് എയർ ഫ്രയറിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ. അധികം കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും എരിവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടോ. എന്താ ഭംഗിയെന്ന് കണ്ടോ. ശരിക്കും കുക്കായിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും ഞാനിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ പുതിയ ഐറ്റം ഉണ്ടല്ലോ, ക്യാപ്സിക്കവും കൂടെ ഇതിലൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ചേർത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത് കുറേ സമയത്തെ പരിപാടികളുടെ അവസാനം നമ്മുടെ ഫുൾ കോഴി ഡൈനിങ് ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ ആ ക്യാപ്സിക്കൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് അധികം വന്നിട്ടില്ല. നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ ക്യാപ്സിക്കം കുറച്ചും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ വേറെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ എയർ ഫ്രയറിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫ്രൈ ആവുന്നതിൻ്റെ ടോപ്പ് സൈഡാണ്. കണ്ടോ, ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അടിവശം നന്നായിട്ട് വേവുമെങ്കിലും ഇങ്ങനെ ക്രിസ്പി ആവില്ല. അങ്ങനെ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോടെ ചൂടാക്കണം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളൊരു 35 മിനിറ്റാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സാമ്പിൾ നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഇവിടുന്നൊരു പീസ് ഞാൻ ഇളക്കി നോക്കട്ടെ. അത് കാണുമ്പോൾ തന്നെ അറിയാമെന്നുണ്ടോ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടല്ലോ. റിയലി അമ്മിയാണ്. മസാലയൊക്കെ അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വെറും 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ ഇത് ഹെൽത്തിയാണ്. എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെന്തായാലും ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ ഇത്തരം റെസിപ്പീസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.